ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എന്തൊരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ രാഹുലിനെയാണ് കാണിക്കുന്നത്. രാഹുലും വിക്രമും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും ആ മനോഹറിനെ കൊന്നോന്നറിയാൻ വേണ്ടി മാത്രമാണ് എൻ്റെ മോളിപ്പോൾ എന്നെ കാണാൻ വരുന്നത്. അവൾക്കിപ്പോൾ എന്നോട് പഴയ ദേഷ്യമൊന്നുമില്ല. കാരണം ആ മനോഹറിൻ്റെ തല ഞാൻ അടിച്ചു പൊട്ടിച്ചല്ലോ. അതുകൊണ്ട് അവളിപ്പോൾ കുറച്ചെങ്കിലും സന്തോഷത്തിലാണ്. എന്തായാലും ആ സന്തോഷം മൊത്തത്തിൽ അങ്ങ് ഒന്നും കൂടെ ഒന്ന് പച്ചപിടിപ്പിക്കണം. അവളെ ഒന്നും കൂടെ സന്തോഷിപ്പിക്കണം. തിരിച്ചു വരുന്ന മനോഹറിനെ ഉറപ്പായിട്ട് ഞാൻ കൊല്ലും, അതുറപ്പാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേക്കും അങ്കളെ, എന്തൊക്കെയായാലും എനിക്കും ഒരു അവസരം കിട്ടണം അങ്കളെ. ഇവിടെ നിന്നും പരോളിന് ഇറങ്ങാൻ പറ്റിയ കല്യാണിയെയും കാർത്തികയെയും എനിക്ക് തീർക്കണം. ആ രണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് കാരണം എൻ്റെ ജീവിതം ഇന്ന് ഈ ജയിൽവാസമായത്. അത് കേട്ടതും കാർത്തികയോട് എനിക്ക് വലിയ വിരോധമൊന്നുമില്ല. പക്ഷെ കല്യാണി അവൾ ഒറ്റൊരുത്തി കിരണിൻ്റെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ടാണ് എൻ്റെ മോളുടെ ജീവിതം ഇങ്ങനെയായിപ്പോയത്. അവളിപ്പോൾ ഒരു ഭ്രാന്തിയെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. ആ കല്യാണി എൻ്റെ മോളുടെ പേരുള്ള കമ്പനിയിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ആ കമ്പനി ഭരിക്കേണ്ടിയിരുന്നത് എൻ്റെ മോളാണ്. അതുപോലും മനസ്സിലാക്കാതെ എൻ്റെ മുന്നിലേക്ക് വന്ന പിശാചാണ് ആ കല്യാണി. അവളെ കൊല്ലാൻ കിട്ടുന്ന ഒരു അവസരവും ഞാൻ പാഴാക്കില്ല. നിനക്ക് അങ്ങനെ ഒരു അവസരം ഒത്തുവന്ന നീയും പാഴാക്കരുത് വിക്രം. അത് പിന്നെ പ്രത്യേകം പറയണോ അങ്കളെ? എൻ്റെ അച്ഛനെന്ന് പറയുന്നവനുണ്ടല്ലോ, ആ പരട്ട തന്ത, അയാൾ എന്നെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നവനാ. എന്നെ ഉള്ളം കൈ കൊണ്ടാണ് നടന്നത്. ഞാൻ എന്ത് തെറ്റ് ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്ന ആളാ. ഇന്ന് ആ കല്യാണി എന്ന് പറയുന്നവള് അയാളുടെ മനസ്സ് മാറ്റി ഇപ്പൊ കിളവനും കിളവിയും എനിക്ക് സപ്പോർട്ടില്ല. കൊച്ചുമക്കളില് പെൺമക്കൾക്ക് മാത്രം സപ്പോർട്ട് ചെയ്യുക. എന്നെ ഒന്ന് ജയിലിൽ കാണാൻ പോലും വരുന്നില്ല പരട്ട തന്ത എന്നും പറഞ്ഞുകൊണ്ട് വിക്രം ദേഷ്യപ്പെടുക. പേടിക്കണ്ടട വിക്രം. എന്തായാലും ആ മനോഹർ എന്ന് പറയുന്നവനും കല്യാണി എന്ന് പറയുന്നവളും കാർത്തികി എന്ന് പറയുന്നവളും ഒക്കെ ഇപ്പൊ നമ്മുടെ ശത്രുക്കളാടാ. മനോഹറിനെ എന്തായാലും എൻ്റെ കൈ കിട്ടിയാൽ ഞാൻ കൊല്ലും. പക്ഷെ അവനോട് എനിക്ക് വിരോധമൊന്നും ഇല്ല അങ്കളെ. കാരണം മനോഹറിനെ അങ്കിള് കൊല്ലാൻ നോക്കുമ്പോഴൊക്കെ ഞാനും ഗംഗേട്ടനും ഒക്കെ അതിനെ തടഞ്ഞുകൊണ്ടിരുന്നതാ. എന്നാൽ ഇപ്പം ഞങ്ങൾ അതിനെ തടയില്ല. കാരണം അവൻ നമ്മുടെ ശത്രുക്കളെയാണ് ഇപ്പം സ്നേഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവനെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ട് ഒരു കാര്യമില്ല അങ്ങളെ. അങ്ങനെ നമ്മുടെ ശത്രുക്കളെ സപ്പോർട്ട് ചെയ്യുന്നവന്മാരൊക്കെ ചാകട്ടെ. മനോഹർ എന്ന് പറയുന്നവൻ ചാകട്ടെ അങ്ങളെ, ചാകട്ടെ എന്നൊക്കെ വിക്രം പറയുകയാണ്. ഈ സമയം കൊല്ലുമടാ ഞാൻ അവനെ. ഇപ്പം അവൻ ഹോസ്പിറ്റലില്ല. അതുകൊണ്ട് തന്നെയാണ് അവൻ രക്ഷപ്പെട്ടു പോകുന്നത്. അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഞാൻ പെട്ടെന്ന് തന്നെ അവനെ തീർത്തിരിക്കും. എൻ്റെ മോൾക്ക് സന്തോഷ വാർത്ത കേൾപ്പിക്കാൻ എനിക്ക് കൊതിയായടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഹുൽ വിക്രവും ഇങ്ങനെ ഇരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്ന കാട്ടിനകത്താണ്. കാട്ടിൽ നമ്മുടെ വേലു ഇങ്ങനെ നടന്നു വരിക, ഓരോ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട്. അപ്പോഴത്തേക്കും ഗംഗാപ്രസാദും അമലും കൂടെ ഒരു മരത്തിൻ്റെ പുറകിൽ നിൽക്കുക. അവിടെ നിന്നുകൊണ്ട് അവരുടെ നിൽപ്പത്ര ശരിയല്ലാത്തുള്ളതുകൊണ്ട് വേലു അത് നോക്കിക്കൊണ്ടേ നിന്നു. ഈ സമയം ഗംഗ അമലുവിൻ്റെ ലിപ്പിൽ ഉമ്മ കൊടുക്കുക. അത് കണ്ടതും വേലുവിന് സഹിക്കാൻ പറ്റിയില്ല. ഡാ എന്നും പറഞ്ഞ് ഒച്ചത്തിലൊരു വിളി. ആ വിളി കേട്ടതും ഗംഗയും അമലുവും ഞെട്ടിപ്പോയി. ഓടിച്ചെന്നു വേലു. എന്ത് തോന്നിയാസോടെ കാണിക്കുന്നേ? ഇവളെ എൻ്റെ പെണ്ണാ. എൻ്റെ പെണ്ണിനെ നീ തൊടുന്നത് പോലും എനിക്കിഷ്ടമല്ല. അങ്ങനെയുള്ളപ്പോൾ തോന്നിയാസം കാണിക്കുന്നു. നിന്നെ രക്ഷിച്ചത് ഞാനാ. നിന്നെ മരച്ചോട്ടിൽ കിടക്കുന്ന നിന്നെ, കാട്ടിൽ അനാഥയായിട്ട് കിടന്നിരുന്ന നിന്നെ രക്ഷിക്കാൻ മൂപ്പനോട് പോയി പറഞ്ഞത് ഞാനാ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ കുറുനരികളും ചെന്നായികളും നിന്നെ തീർത്താനായിരുന്നു. ഇന്ന് നിന്നെ ഞാൻ തൊട്ടുപോകരുത് എൻ്റെ വിനായകേട്ടനെ എന്നും അമലു. അത് കേട്ടതും അമലു, നീ എന്തുദ്ദേശിച്ച ഇവൻ്റെ കൂടെ ഇങ്ങനെ കറങ്ങുന്നേ? എന്താ ഞാൻ എന്തുദ്ദേശിക്കണമെന്നാ വേലുവേട്ടൻ പറയുന്നേ? ഇയാൾ എന്താ വിചാരിച്ചേ? വിനായകേട്ടൻ ഒരു ദുഷ്ടനാണെന്നോ? ഒരിക്കലും അല്ല. വിനായകേട്ടൻ ഒരു പാവ. അങ്ങനെയുള്ളപ്പോൾ വിനായകേട്ടനെ കുറിച്ച് എന്തായാലും പറഞ്ഞാലുണ്ടല്ലോ, അമലു നീ എൻ്റെ പെണ്ണാ. ഞാൻ താലി കെട്ടാൻ പോകുന്ന എൻ്റെ പെണ്ണ്. അത് നിങ്ങൾ തീരുമാനിച്ചാൽ മതിയോ? ഞാനും കൂടെ തീരുമാനിക്കണ്ടേ? നിങ്ങൾ എന്നെ കല്യാണം കഴിക്കണ്ട. എനിക്കത് ഇഷ്ടമല്ല. എൻ്റെ അച്ഛൻ നിങ്ങളെ എടുത്തോണ്ട് വന്ന് വളർത്തിയതുകൊണ്ടല്ലേ നിങ്ങൾ ഇന്ന് ഈ കാട്ടിലുണ്ടായിരുന്നത്. വിനായകേട്ടനെ എങ്ങനെയാണോ കിട്ടിയത് അതുപോലെ തന്നെയല്ലേ നിങ്ങളെയും കിട്ടിയത്. പക്ഷേ എടി, ഞാനിന്നും നന്ദികേട് കാണിച്ചിട്ടില്ല. എന്നാ ഇവൻ നാട്ടിൽ നിന്നും വന്നവനാ. ഇവനെ വിശ്വസിക്കരുത്. ഞാൻ വിശ്വസിക്കും. ഞാൻ ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കേണ്ടെന്ന് ഞാനാ തീരുമാനിക്കുന്നത്, അല്ലാതെ നിങ്ങളല്ല. വേലുവേട്ട, മര്യാദയ്ക്ക് പോയിക്കോ. എടാ, നീ ഒരുപാടങ്ങ് സന്തോഷിക്കണ്ട. നിന്നെ ഇവിടുന്ന് ഞാൻ കെട്ടിക്കും. എങ്ങനെയെങ്കിലും നിന്നെ ഇവിടുന്ന് പറത്താന്ന് വിചാരിച്ചിരുന്നതാ. എനിക്കിപ്പോൾ ഒരു കാരണവും കൂടെ കിട്ടി. ഇനി എത്രയും പെട്ടെന്ന് നിന്നെ ഞാൻ ഇവിടുന്ന് ഓടിച്ചോടും. ഈ കാര്യം ഞാൻ മൂപ്പനോട് പറയും. ചെന്ന് പറയടോ എന്നും. അമലു നീ സൂക്ഷിച്ചോ. നീ ഒരു ദിവസം കരയേണ്ടി വരും. ഇവനെ കുറിച്ചോർത്ത് നീ കരയേണ്ടി വരും. അങ്ങനെ കരയേണ്ടി വന്നാൽ ഞാൻ പിന്നെ ജീവനോടെ ഉണ്ടാവില്ലടോ.
വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, മര്യാദയ്ക്ക് പൊയ്ക്കോ എന്നും അമലു. അത് കേട്ടതും എടാ എന്തായാലും ഇവള് നിന്നെ തടകുന്നതും തലോടുന്നതും എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ ഒരു സമയത്താ ഇങ്ങനെ ഒരു കാഴ്ചയും കൂടെ കണ്ടത്. ഞാൻ താലി കെട്ടാൻ പോകുന്ന പെണ്ണ, ആ പെണ്ണിനെ തൊട്ട് നീ എങ്ങനെയൊക്കെ ചെയ്താലുണ്ടല്ലോ, നീ അനുഭവിക്കോടാ. നിന്നെ മലദൈവങ്ങൾ ഒരിക്കലും വെറുതെ വിടില്ല, കാളിയമ്മ നിന്നെ വെറുതെ വിടില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേലു അങ്ങ് ദേഷ്യപ്പെട്ടു പോവുക. ഈ സമയം ഗംഗാപ്രസാദ് പ്രശ്നമാവോ? അവൻ മൂപ്പനോട് പോയി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കോ? എന്ത് പറഞ്ഞു കൊടുക്കാൻ? വിനായകേട്ടൻ പേടിക്കൊന്നും വേണ്ട, എൻ്റെ അച്ഛൻ ഞാൻ പറയുന്നതേ വിശ്വസിക്കൂ, അവനെ ഒന്നും വിശ്വസിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവലും ഇങ്ങനെ ധൈര്യമായിട്ട് നിൽക്കുക. ഈ സമയം മൂപ്പനെയും മൂപ്പത്തെയാണ് കാണിക്കുന്നത്. രണ്ടുപേരും അവിടെ ഇങ്ങനെ ഇരിക്കുക, ഒരാൾ വിറക് വെട്ടണം. അപ്പോഴേക്കും മൂപ്പ മൂപ്പ മാമ മാമ എന്നും വിളിച്ചുകൊണ്ട് വേലു. എന്താടാ? കണ്ടു മാമ, കണ്ടു, കാണാൻ പാടില്ലാത്തതൊക്കെ കണ്ടു. എന്ത് വിഷപ്പാമ്പോ മറ്റൊന്നേ കണ്ടോ? അതിനെ ഒന്നും പേടിക്കണ്ടടാ, അതൊക്കെ ഈ മലവെള്ള പാച്ചിൽ വന്നില്ലേ, ആ സമയത്ത് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കാട്ടില്, അതോർത്ത് നീ പേടിക്കണ്ട. അതല്ല മാമ, ഇത്രയും നാളും ആ വിനായകൻ എന്ന് പറയുന്നവൻ നല്ലവനാണെന്നല്ലേ നമ്മൾ കരുതിയത്. പക്ഷെ അല്ല മാമ, അവന്റെ ലക്ഷ്യം അമലുവാ. അമലുവിനെ എങ്ങനെയെങ്കിലും തട്ടിയെടുക്കുക എന്നുള്ളതാണ് അവന്റെ വിഷയം. എൻ്റെ അമലുവിനെ അവൻ തട്ടിയെടുക്കുക മാമ, എൻ്റെ അമലുവിനെ തട്ടിയെടുക്കുക. വെറുതെ അനാവശ്യം പറയരുത് മാമ, ഞാൻ പറഞ്ഞത് സത്യം മാമ. ഞാൻ താലി കെട്ടാൻ പോകുന്ന പെണ്ണ അമലു, അവളെ തട്ടിയെടുക്കാൻ അവൻ നോക്കിയ എനിക്കത് സഹിക്കാൻ പറ്റില്ല മാമ. വേലു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്നെ ഞാൻ സ്നേഹിച്ചതും നിന്നെ ഞാൻ വളർത്തിയതും ഒക്കെ നല്ല രീതിയിൽ തന്നെയാ. അങ്ങനെയുള്ള നീ എൻ്റെ മോളെ കുറിച്ച് അനാവശ്യം പറയുന്നോ മാമ? ഞാൻ കണ്ടതാ മാമ, രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. എടാ, ആ പയ്യന് നന്നായിട്ട് നടക്കാൻ പോലും പറ്റില്ല. അമലുവിന്റെ തോളത്ത് കൈയിട്ടോണ്ടല്ലേ അവൻ നടക്കുന്നേ. ആ സമയത്ത് വല്ല വീഴാനോ മറ്റോ പോയി കാണും. അങ്ങനെ ആയപ്പോ അമലു കയറി പിടിച്ചിട്ടുണ്ടാവും. അത് ഇത്ര വലിയ തെറ്റായിട്ട് കാണുമൊന്നും വേണ്ടടാ. അത് കേട്ടത് മാമ, ഞാനൊരു സത്യം പറയാം, അവനിവിടെ ഉള്ള കാര്യം ഫോറസ്റ്റുകാരോട് പറയണം, ഇല്ലെങ്കിൽ നമുക്ക് തന്നെയാ പ്രശ്നം. മിണ്ടരുത്, മിണ്ടിപ്പോകരുത് നീ. അവനിവിടെ ഉള്ള കാര്യം ഫോറസ്റ്റുകാരോടെങ്ങാനും പറഞ്ഞ പിന്നെ നീ ഈ കാട്ടിൽ ജീവനോടെ ഉണ്ടാവില്ല. ഈ കാട്ടിലെ പുറത്തായിരിക്കും നീ പിന്നെ ജീവിക്കാൻ പോകുന്നത്, മനസ്സിലായല്ലോ? അത് കേട്ടതും മാമ, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കും മാമ, അമലുവിൻ്റെയും അവൻ്റെയും പോക്കത്ര ശരിയല്ല മാമ. ഞാൻ പറഞ്ഞത് സത്യം മാമ, രണ്ടുപേരും ശരിയല്ല മാമ. അമലുവിന്റെ പോക്ക് ഇപ്പൊ അത്ര ശരിയല്ല. മാമൻ നോക്കിക്കോ, അവൻ അവളെ പറ്റിച്ചിട്ട് മുങ്ങും. എടാ, നമ്മൾ വിളിക്കുന്ന മലദൈവങ്ങള് ഒരിക്കലും നമ്മളെ ചതിക്കില്ല മാമ. എത്രയോ ആൾക്കാർ നാട്ടിൽ നിന്നും കാട്ടിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് സംഭവിക്കുന്നതൊക്കെ ഞാൻ മാമനോട് പറഞ്ഞിട്ടുള്ളതല്ലേ, മാമനും അറിയാവുന്നതാണല്ലോ. അതേ അവസ്ഥ അമലുവിനുണ്ടാവരുത്, അത്രേ ഞാൻ പറയുന്നുള്ളൂ. പോയി അകത്ത് തേങ്ങിരിപ്പുണ്ട്, നാട്ടിൽ പോയി വിട്ടിട്ട് വാ. അത് കേട്ടതും നമ്മുടെ വേലു ആകെ സങ്കടപ്പെട്ട് അകത്തേക്ക് പോവുക. ഈ സമയം അവൻ പറയുന്നത് അങ്ങനെ അത്ര നിസ്സാരമായിട്ട് എടുക്കണ്ട. അവൻ പറയുന്നതിലും കാര്യമുണ്ടെങ്കിലോ അമലുവിന്റെ പോക്ക് ഇപ്പം അത്ര ശരിയല്ല. എന്തായാലും അമലു ആ വിനായകനുമായിട്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല, അടുക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കും ഉണ്ട്. എടീ, നീ ഇത് വേലുവിന്റെ മുൻപിൽ വെച്ച് പറഞ്ഞ അവൻ അതത് സീരിയസ് ആയിട്ട് എടുക്കും. അതുകൊണ്ടാണ് ഞാനത് നിസ്സാരമായിട്ട് കാണുന്നത്. എന്തായാലും അമലു വരട്ടെ, നമുക്ക് അമലുവിനോട് ചോദിക്കാം. നമുക്ക് നമ്മുടെ മോളല്ലേ വലുത്, അവൾ എന്തു പറയുന്നോ അതായിരിക്കും ശരി. നീ ധൈര്യമായിട്ടിരിക്കും. അവൾ അങ്ങനെ കെട്ടഴിച്ചു വിടുന്നത് ശരിയല്ല. നിങ്ങൾ പറയുന്നത് പോലെ അവള് അത്ര നല്ലവളാണോന്നൊന്നും എനിക്കറിയില്ല. പെണ്ണാണ്. പെണ്ണിന് അടിപറ്റി കഴിഞ്ഞാൽ പിന്നെ അറിയാലോ അവസ്ഥ. എനിക്കറിയാം, എൻ്റെ മോൾ അങ്ങനെയൊന്നും പോകില്ല. അതുകൊണ്ട് എനിക്ക് അവളെ വിശ്വാസം. ഈ സമയം ഗംഗാപ്രസാദിനെ കാണിക്കുന്നത്. എനിക്ക് പേടിയാവുക, ആ വേലു ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്നു ഗംഗാപ്രസാദ് ആംഗ്യ ഭാഷയിൽ അമലുവിനോട് ചോദിക്കുക. എന്തിനാ പേടിക്കുന്നേ? വിനായകേട്ടൻ എന്നെ കൈവിടരുത്, എന്നെ കല്യാണം കഴിക്കുമല്ലോ അല്ലേ? ഉറപ്പായിട്ടും എൻ്റെ ഹൃദയത്തിലാണ് നീ ഉള്ളത് എന്നും വിനായകൻ. നിന്നെ എനിക്ക് മറക്കാൻ പറ്റില്ല അമലു, എൻ്റെ എല്ലാം മതി, നിന്നെ അങ്ങനെ ഞാൻ കൈവിടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഗാപ്രസാദ് അമലുവിൻ്റെ മനസ്സ് മാറ്റുക. എനിക്ക് പേടിയൊന്നുമില്ല വിനായകേട്ടൻ ധൈര്യമായിട്ട് വാ. എൻ്റെ അച്ഛൻ ഒരേ ഒരു തെറ്റ് ചെയ്തു. ആ വേലുവിനെ എനിക്ക് പറഞ്ഞു വെച്ചു. അതാണ് അയാൾ ഇപ്പം എൻ്റെ അടുത്ത് ഇത്ര അധികാരം എടുക്കുന്നത്. വിനായകേട്ടൻ വാ, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് അങ്ങ് പോകാം എന്നും പറഞ്ഞുകൊണ്ട് അമലു ഗംഗാപ്രസാദിനെ താങ്ങി പിടിച്ചുകൊണ്ട് പോവുക. ഈ സമയം ഗംഗ അവിടെ ചെന്ന് വേലു എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പൻ എന്നെ തെറ്റായിട്ട് എടുക്കില്ലേ? എന്തിന്? നമ്മൾ പറയുന്നതും അച്ഛൻ കേൾക്കാൻ കാര്യമാക്കും. അതുകൊണ്ട് എനിക്ക് വലിയ പേടിയൊന്നുമില്ല. നമ്മൾ ടെൻഷൻ അടിച്ചാലാണ് പേടി. ഈ സമയം
മൂപ്പനും മൂപ്പന്റെ ഭാര്യയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും വേലു പറയുന്നതും അത്ര നിസ്സാരമായിട്ട് നമ്മൾ തള്ളരുത്. താൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ കുറിച്ച് കുറച്ച് ആശങ്കയൊക്കെ വേലുവിനും ഉണ്ടാവും. വിനായകൻ വന്നപ്പോൾ മുതൽ വേലുവിന് ആ ടെൻഷൻ തുടങ്ങിയതാ. എന്തായാലും അവനെ നമ്മൾ മൊത്തത്തിൽ അങ്ങ് തരം താഴ്ത്തുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ അമലുവും ഗംഗാപ്രസാദും കൂടെ വരിക. അപ്പൊ പെട്ടെന്ന് ഗംഗാപ്രസാദ് അമലുവിനെ തള്ളി മാറ്റി. എന്തിനാ പേടിക്കുന്നേ? നമ്മൾ വന്നതുപോലെ തന്നെ വാ. നമ്മളിപ്പോ പെട്ടെന്ന് അകന്ന് മാറി നടന്ന അച്ഛനും അമ്മയെ സംശയിക്കും, അതുകൊണ്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ഗംഗാപ്രസാദിനെ താങ്ങി പിടിച്ച് അമലു മൂപ്പന്റെ അടുത്തെത്തുക. അച്ഛ, അപ്പ, അമ്മ, വേലു ഇവിടെ വന്ന് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അപ്പ നീ എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോടി എന്നും അമ്മയുടെ ചോദ്യം. ഇല്ലമ്മ, ഞാൻ എങ്ങനെയാണ് ദേ ഇപ്പൊ തന്നെ വിനായകേട്ടനെ താങ്ങി പിടിച്ചോണ്ട് വന്നില്ലേ, അതുപോലെ നടന്നു വന്നുകൊണ്ടിരിക്കുവായിരുന്നു. ആ സമയത്ത് കാട്ടിലെ വള്ളി തട്ടി വിനായകേട്ടനൊന്ന് വീഴാൻ പോയി. ആ വിനായകേട്ടനെ ഒന്നും കൂടെ ഒന്ന് മുറുക്കെ പിടിച്ചു. അത് കണ്ടുകൊണ്ട് വേലുവേട്ടൻ വന്നത്. അയാൾ അവിടെ വന്ന് ഭയങ്കര ഒച്ചപ്പാടായിരുന്നു. എന്താ അമ്മ ഇത്? ഇങ്ങനെയൊക്കെയാണോ എന്നോട് സംസാരിക്കേണ്ടത്? അപ്പയല്ലേ എന്നോട് പറഞ്ഞത് വിനായകേട്ടനെ നന്നായിട്ട് നോക്കണമെന്ന്? അപ്പയല്ലേ എന്നെ ഈ ജോലി ഏൽപ്പിച്ചത്? അപ്പൊ പിന്നെ അതിനെ തെറ്റായിട്ട് കാണേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ഒരു കാഴ്ചയാണോടി ഞാൻ കണ്ടത്? ഇവന് നീയും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. അത് കേട്ടതും ദേ കണ്ടോ അമ്മ, ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഡാ വേലു, മിണ്ടാതിരിയടാ. അവളോട് ഞാൻ ചോദിക്കുന്നുണ്ടല്ലോ, പിന്നെ നീ ആയിട്ട് ഇപ്പൊ ചോദിക്കണ്ട. എന്തായാലും നീ അത്ര ശരിയല്ല, നിന്റെ പോക്ക് ശരിയല്ല. നീ അവനെ കെട്ടിപ്പിടിച്ച് നിന്നില്ലേടി എന്നും വേലു അമലുവിനോട് ചോദിക്കുക. അത് താൻ അറിയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞില്ലേ മോളെ? ഇതാ സംശയം. നീ ഇപ്പൊ വേലുവിനോട് സംസാരിക്കുന്നത് ഒരു അകന്ന പയ്യനെ പോലെയാ. അത് കേട്ടതും എടാ കയറിപ്പോകത്ത്. അങ്ങനെ വേലു അകത്തേക്ക് പോയി. അപ്പ എന്ത് ചെയ്യാനപ്പ? എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാള് ഏത് നേരവും സംശയവുമായിട്ട് പിന്നിൽ നടക്കുക. എപ്പോഴും എൻ്റെ പിന്നാലെ ഉണ്ട്. ഞാൻ വിനായകേട്ടനൊന്ന് തൊട്ട് കുഴമ്പ് തേച്ചാൽ കുറ്റം, ഞാൻ വിനായകന്റെ തലയിൽ ഓയിലിട്ട് കൊടുത്ത കുറ്റം, ഞാൻ വിനായകന്റെ കാല് തിരുമ്മി കൊടുത്ത കുറ്റം. എല്ലാത്തിനും കുറ്റം കണ്ടുകൊണ്ട് എന്നെ മാത്രം സംശയിച്ച് നടക്കുന്ന ഒരാളെ എനിക്ക് വേണ്ടപ്പ. ജീവിതകാലം മുഴുവനും ഞാൻ കരഞ്ഞ് ജീവിക്കേണ്ടി വരും. അതിനേക്കാൾ നല്ലത് അപ്പയുടെ അമ്മയുടെ മോളായിട്ട് ഇങ്ങനെ കാട്ടില് സ്വതന്ത്രത്തോടെ ജീവിക്കുന്നതാ എനിക്കിഷ്ടം. അത് കേട്ടതും നമ്മുടെ അമലുവിന്റെ അമ്മ, നീ കൂടുതലൊന്നും സംസാരിക്കണ്ട മോനെ, നിനക്ക് ശബ്ദം കിട്ടിയിട്ടില്ല. ശബ്ദം കിട്ടിയാൽ ഉടനെ നിനക്ക് കാട്ടിൽ നിന്നും നാട്ടിലേക്ക് പോവാം. പിന്നെ അങ്ങനെ പോകുമ്പോൾ ഞങ്ങളെ ഒന്നും മറക്കരുത്, ഞങ്ങളെ ദ്രോഹിച്ചിട്ടും പോകരുത് എന്നും പറയാ. മോൻ പേടിക്കണ്ട, പോയി കിടന്നോ. അങ്ങനെ അമലു ഗംഗാപ്രസാദിനെയും കൂട്ടി അകത്തേക്ക് പോവുക. നമ്മുടെ മോളെ ഒന്ന് സൂക്ഷിക്കണം. അവളിപ്പോ വേലുവിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് വേലുവിന് സങ്കടം. എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വിനായകന് സുഖമാകുന്നത് വരെ നമ്മളെല്ലാം സഹിച്ചേ പറ്റൂ. അവനെ കാളിയമ്മ നമുക്ക് തന്നു, നമ്മൾ അവനെ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ പേരിൽ മറ്റൊരു പ്രശ്നം ഉണ്ടാവാൻ നമ്മൾ ഒന്നും ചെയ്യണ്ട. എന്തായാലും നോക്കാം കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് എന്നും പറഞ്ഞുകൊണ്ട് മൂപ്പൻ ഇങ്ങനെ ഇരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേലുവിനെയാണ്. വേലു നാട്ടിലെത്തി മനസ്സിലുള്ള സങ്കടങ്ങളെല്ലാം അടക്കി വെച്ച് വേലു തേൻ വിറ്റുകൊണ്ടിരിക്കുക. തേനേ, നല്ല കാട്ടുതേനേ, നല്ല നാട്ടുതേനേ എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം ഓരോരുത്തരായിട്ട് തേൻ വാങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും കിരണും പിന്നെ നമ്മുടെ രതീഷും ബൈജും കൂടെ കാറിൽ വരിക. സാറേ, അവനാണ് വേലായുധൻ, കാട്ടിലെ മൂപ്പന്റെ കൂടെ അവന്റെ താമസം. എന്തായാലും അവന്റെ കയ്യിലുള്ള തേനൊക്കെ നല്ല സൂപ്പർ തേനാ, ഒറിജിനലാ. എന്നാ പിന്നെ വാ നമുക്ക് നോക്കാം, വട ബൈജു എന്നും പറഞ്ഞോണ്ട് 3 പേരും കൂടെ പോവാ. എടാ വേലായുധാ, എന്തൊക്കെയുണ്ടടാ വിശേഷം? സാറേ, നല്ല തേന് വന്നിട്ടുണ്ട് സാറേ. നിന്നെ കണ്ടപ്പോ തന്നെ മനസ്സിലായി, അതുകൊണ്ടാ തേന് മേടിക്കാൻ വന്നത്. എടാ, തേന് ആദ്യമേ വന്നപ്പോ വിളിക്കണ്ടായിരുന്നോടാ. ഞാൻ അതങ്ങ് വിട്ടുപോയി സാറേ. കിരൺ സാറേ, കുടിച്ചു നോക്ക്, നല്ല സൂപ്പർ തേനാ. അത് കേട്ടതും നമ്മുടെ കിരൺ അത് മേടിച്ചു കുടിക്കോ. നന്നായിട്ടുണ്ട്. അതെ, കാട്ടിലെ മൂപ്പൻ എൻ്റെ മാമനാ സാറേ. ആണോ? എന്നാ ഈ ആളെ തനിക്ക് പരിചയമുണ്ടോ എന്നും കിരൺ ചോദിക്കുക. ഗംഗാപ്രസാദിനെ കണ്ടതും വേലു ഞെട്ടി. ഇത് അവനല്ലേ തേണ്ടി? എന്താ വില ഇതാ, നിനക്ക് പരിചയമുണ്ടോ? ഇല്ല സാറേ, ഇയാളെ ഞാൻ കണ്ടിട്ടില്ല. അത് കേട്ടതും നമ്മുടെ കിരണിന് നിരാശയായി. ഇങ്ങനെ ഒരുത്തം കാട്ടി ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ പറയണേ. പറയാം സാറേ. തേന് വേണോ സാറേ? തേന് വേണം, 3 എടുത്തോ. എത്ര രൂപയായി? 600 രൂപ. എന്നാ ഇത് മൊത്തം വെച്ചോ. ഇനി കാണുമ്പോൾ അതിനുള്ള കാശിനുള്ള തേൻ തന്നാ മതി. ശരി സാറേ. എന്തായാലും കാട്ടിലെ മൂപ്പന്റെ സ്വന്തക്കാരെ കണ്ടതല്ലേ, അനന്തരവനെ കണ്ട സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു സെൽഫി എടുത്താലോ? ശരി സാറേ എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഒന്ന് സെൽഫി ഒക്കെ എടുക്കുക. ഈ സമയം സാറേ, ഞങ്ങളുടെ കയ്യിലുള്ള തേന്
ഫ്രഷ് ആണ് കേട്ടോ. കടക്കാര് തേൻ മേടിക്കുമ്പോൾ അവരത് എന്തൊക്കെയോ കൂട്ടും സാറേ. ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു കുപ്പി തേൻ മേടിച്ചിട്ട് അവരത് 3 കുപ്പി തേനാക്കി വിൽക്കും. ആ, അപ്പൊ ഞങ്ങൾ മേടിച്ച് കഴിക്കുന്ന തേനൊക്കെ കെമിക്കലാണല്ലേ? അതെ സാറേ, തേന് വേണമെങ്കിൽ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ മതി. എന്നാ പിന്നെ ഉറപ്പായിട്ടും പറയാവേലു. എന്നാ ശരി, ശരി എന്ന് പറഞ്ഞുകൊണ്ട് അവര് പോവുക. ഈ സമയം വേലായുധൻ ആലോചിക്കണം, ഈ ദുഷ്ടൻ എന്റെ അമലുവിനെ തട്ടിയെടുക്കാൻ വന്ന ഇവനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇവരോട് പറഞ്ഞ ഉറപ്പായിട്ടും അവനെ തല്ലിക്കൊന്നിട്ടാണെങ്കിലും അവിടെ നിന്നും പറപ്പിക്കും. എന്റെ അമലുവിനെ തട്ടിയെടുക്കാൻ നോക്കിയാ ഉറപ്പായിട്ടും മാമൻ അറിയാതെ ഇവരെ വിളിച്ച് കാര്യങ്ങൾ പറയാം എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ വേല നിൽക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.